ഗൈസ് ഇത് ഫുൾ ഗ്രാഫിക്സ് ആണ് കേട്ടോ. അൾട്രാ വെരി വെരി ഇതൊന്നും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ട് ലൈവ് ചെയ്തിട്ടില്ല കേട്ടാ. 6 വർഷം ലൈവ് ചെയ്തേ ഉള്ളൂ. ഫുഡൊക്കെ ഇവിടെ കറണ്ട് അതുകൊണ്ടല്ലേ ഇപ്പൊ ലൈവ് ഇടുന്നേ. ഈ ശബ്ദമൊക്കെ ഭയങ്കര കൂടുതലാണ്. ഞാൻ കുറച്ച് നോക്കട്ടെ എണ്ണോ. അണ്ണുവിന്റെ സംസാരിച്ചേ. കേക്കാവോ? അണ്ണു സംസാരിച്ചേ. ഹലോ 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 എടാ ഞാൻ നിന്റെ അടുത്ത് ഹലോ പറയുന്നില്ല, കേക്കാവോ? ഹലോ എന്താണ്? ചെവിയേട്ടൂടെ ഹലോ 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 കേക്കണ്ടാ? ഹലോ സമനിലയിട്ടേക്ക്. നിങ്ങളെ പമ്പില് ജോബ് ഉണ്ടാവോ? ജോബ് ഉണ്ട്, കേറ്. ജോബ് വരാം. ബാക്കിൽ മതി. വണ്ടി ഞാൻ പമ്പിലെത്തിയാ മതിയോ? വണ്ടിയുടെ ബാക്കിലുണ്ടോ? എങ്ങനെ മനസ്സിലായി? ഓ ഇത് റേച്ചലാണല്ലേ? വെച്ചിട്ട് പോണി. കണ്ണ് തീരെ പിടിക്കുന്നില്ല ഫോണൊന്നും. അണ്ണോ വണ്ടി എടുത്തോ. കണ്ണാപ്പി ഇവന് മറ്റേ പെട്രോൾ പമ്പിൽ ജോലി കൊടുക്കുന്നുണ്ടോ? സ്റ്റേഡിയം പോ. പെട്രോൾ പമ്പ് ഓ അങ്ങനെ ഗ്രാഫിക്സ് ഉണ്ടോ? വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ? എന്ത് ചെയ്യുന്നു? ഈ ഇതിലെ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത് പമ്പിലെ ജോലിക്ക്? അതിനിപ്പോ നിങ്ങളല്ലേ അതിന്റെ ആൾക്കാര്. ഞാൻ ഗ്രാഫിക്സ് ഉണ്ടല്ലോ അതങ്ങനെ ഏത് പമ്പിലായിരുന്നു? അത് ഞാനങ്ങനെ അയ്യോ ഇറങ്ങ അത് പൊളിക്കും. തല വന്നിട്ടില്ല, തന്നെ വരില്ലെന്ന് റീസൈഡ് നോക്കട്ടെ. എല്ലാം ഇടണം. ഇതിന്റെ ക്രോസ് എയർ പോലും ഇല്ല, ആകെ ഉള്ളത് ഇൻ ഗെയിമിലത്. എന്ത് സ്മൂത്തറാ ഇത്. GPU യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നോക്കണം. ഞാനീ ഇത് എല്ലാം ഒന്ന് റെഡി ആക്കണം കേസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ഇതൊന്നും എനിക്കിപ്പം കുറെ കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്തിലൊക്കെ പിടിച്ച് ഞെക്കി എന്തൊക്കെയോ ആയിട്ടുണ്ട്. എനിക്കെല്ലാം ഒന്ന് മനസ്സിലായി കത്തി വരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? സോ അതിൻ്റെ ആയിട്ടുള്ളൊരു ടൈം എനിക്കിനി എൽഗാറ്റോ ഇതിൽ ഡിസ്കോഡ് ആഡ് ചെയ്യണം. ഒറ്റ ക്ലിക്ക് ഡിസ്കോഡ് ലോൺ എത്ര അത് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഡിപ്രഷൻ ആയി പോകും. റേഡിയോ കണക്ട് ചെയ്തോട്ടെ, നിർത്തിക്കോട്ടെ. അല്ല 50 സീരീസ് ഉള്ളവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടടാ. നമ്മളുടെ മാത്രമേ ഉള്ളൂടാ 50 സീരീസ് എടുത്ത് പറയാനില്ലായിരുന്നു. സുപ്രീം എന്ന് പറയണം. സുപ്രീം കണ്ണാക്കി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കോള് വരുമല്ലോ. എന്തിനാണോ? എടാ ഒന്നുമില്ല, അത് വരുമ്പോ 15 മിനിറ്റ് കഴിഞ്ഞ കോളോ? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കോള് വരും. ഓസ്ലർ എന്നാണ് പേര്. ഓസ്ലർ. ഞാൻ അത് കോള് വിളിച്ചോട്ടെ കണ്ണാപ്പി. വിളിച്ചോളൂ. എന്റെ അടുത്ത് എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നേ? അല്ല കണ്ണാപ്പി, നമ്മള് ഈ 50 സീരീസ് ഉള്ളവരെ റെസ്പെക്ട് ചെയ്യണം. 50 സീരീസ് അല്ല അത് മോളെ എന്താ മോളെ നേരത്തെ പറഞ്ഞു ജോണി ഇന്ത്യയെ കത്തിപ്പോയോ? കളിയാക്കിയവന്മാര് തള്ളി പറഞ്ഞവന്മാരൊക്കെ എന്താടാ സെമി കയറി. ക്യാമറയുടെ അകത്ത് ക്യാമറകളാണ്. ഇതിനെന്താ കുഴപ്പം? ഓ നമ്മുടെ ക്യാമറ അങ്ങനൊന്നും വലിയ പൈസ ഇല്ല മാറ്റണ്ട. നമുക്ക് ഉള്ളതൊക്കെ വെച്ച് നമ്മളിപ്പോ കളിക്കുന്നത്.
പറയുമ്പോ എന്റെ അടുത്ത് തന്നെ പറയുന്നത്. അച്ഛൻ്റെ അടുത്ത് പറയൂ കുട്ടി അതൊക്കെ. കുട്ടിയുടെ ഇപ്പൊ ഇച്ചിരി ബാക്കിലോട്ടായില്ലേ? ഇപ്പൊ ബാക്കിലോട്ട് റെഡി ടു മിങ്കിൾ ആണോ? 5 ലക്ഷം കൊടുത്താലേ ഗെയിം സെറ്റ് ആക്കി. അല്ല അത്ര ഇല്ല. 1 ലക്ഷം രൂപ. അയ്യോ ഞാൻ കണ്ണാപ്പിടുത്ത് പറഞ്ഞാണ് അതൊക്കെ. അണ്ണു ആരാണ്ണു? അല്ലയോ മോനെ സ്പീക്കർ ഇടാ മോനെ. ഞാൻ സ്പീക്കർ ഇതാരാ? ആ സംസാരിച്ചോളൂ മോനെ. കണ്ണൻ മോൻ, സുപ്രീം കണ്ണൻ മോൻ. ഹലോ സുപ്രീം. ഹലോ സുപ്രീം കണ്ണൻ. ഹലോ സുഖാണോ? ഇതാരാ? ഇത് അലീന. സൗണ്ട് ഒക്കെ മാറി പറന്നു പോയോ? അയ്യോ സുപ്രീമിലോട്ട് വന്നപ്പോഴാണ് ശബ്ദമൊക്കെ വ്യത്യാസമാണ് ആൾക്കാരുടെ. ആണല്ലേ? വേണം. നീ കഴിഞ്ഞല്ലേ? എന്താണ് എന്തെങ്കിലും പറഞ്ഞോ? അല്ല നീ പഴയ ആളെന്നല്ലേ, മാറ്റൊന്നുമില്ലല്ലോ. ഇല്ല ഇപ്പൊ ഇച്ചിരി മാറ്റമുണ്ട്. ആ മോളെ പുറത്തുള്ളവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാപ്പി സിംഗിൾ ആണ്, റെഡി ടു മിങ്കിൾ ആണ്. ഇപ്പൊ അലീനായിട്ട് ആര് റെഡിച്ചു? ആര്? അല്ല ഞാൻ പുറത്ത് അണ്ണു ചിന്തിച്ചിട്ടുണ്ടോ? അണ്ണു 10-40 വയസ്സുണ്ട്. 5 വയസ്സോടെ കഴിഞ്ഞ മറ്റേ ഇത് സസ്യപൂർത്തിയാ. അങ്ങനെയാണെങ്കിൽ തനിക്ക് എത്ര വയസ്സെന്ന് പറഞ്ഞിട്ടാണ് അവളെ പുറകെ നടക്കണ നീ? അതെ സെയിം ഏജ് ആണ്. തിരക്കിയായിരുന്നു. മോളെ എലിയുടെ വിവരം വല്ലതും ഉണ്ടോ മോളെ? എലി മീറ്റിങ്ങിന് പോയിരിക്കും. ഇനി 4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. 4 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. 4 ദിവസം കഴിഞ്ഞ് വരും. 2 ദിവസത്തിനുള്ളിൽ വരും. ആ ശരി ശരി മോളെ. മോളെ ഇതെന്ത് മോളുടെ പുത്രൻ എന്ത്? കൂടെ ഉണ്ടല്ലേ? കൂടെ തന്നെ. ജോണി വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. മോളെ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ റെസ്റ്റ് എടുക്കണം ഈ സമയത്ത്. റെസ്റ്റ് എടുക്കാം. മോൾക്ക് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വേണം? ഇപ്പൊ തൽക്കാലം വേണ്ടാണോ? ഓക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മള് പഴക്കച്ചവടക്കാരാണല്ലോ. വേറൊരു കാര്യം പറയട്ടെ മോളെ, പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചന്ദ്രനകത്തപ്പോ നമ്മൾ നോക്കണമെന്നാണല്ലോ മോളെ. മോളുടെ അച്ഛനെവിടെ? ജോൺ വരുമായിരിക്കും അല്ലേ? അതിന് മുന്നേ വരും. ഓക്കെ മോളെ ഓക്കെ. TDM എടുത്ത് കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അറിയാം? TDMനകത്ത് നീ പോവാറുണ്ടായിരുന്നു? ഇല്ല എടാ നമ്മള് മാത്രമേ ഉള്ളൂ സിറ്റിക്കകത്ത്. അണ്ണു ടിവിയെ കണക്ട് ചെയ്യടാ. ഹലോ ഞാൻ പേടിയില്ലേ? എന്തുവാ ഞാൻ വന്നിറങ്ങിയത് പേടിയില്ല. ഇങ്ങോട്ടോ ഞാൻ മാർക്ക് കാണിക്കുന്നില്ല. സ്റ്റേഡിയത്തിലോട്ട് ഇത് എന്ത് അലാം അടിക്കുന്നേ കിടന്ന്? ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി. ബീഞ്ഞക്ക് മോനെ സുപ്രീം കൂട്ടാ. നീ മുതൽ പൈസ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഇനി മുതൽ വെറും കണ്ണൻ അല്ലടാ, സുപ്രീം കണ്ണൻ. വിളിക്കാവൂ സുപ്രീം കേട്ടിട്ടില്ല? സുപ്രീം മന്ദാര അണ്ണു മന്ദാര ആണെങ്കിൽ എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചായിരുന്നു അണ്ണു ഒരു 4-5 ദിവസം മുമ്പ്. ചന്ദ്രന് ഗാങ്ങിൽ ഇരിക്കുന്ന തോക്ക് കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. അങ്ങനെ ആണെങ്കിൽ നീ പുറത്താവുന്നു. ഞാൻ കാര്യം പറയട്ടെ, സീരിയൽ നമ്പറൊക്കെ എണ്ണി വെച്ചിട്ട് മറ്റേ ഞാനാണെങ്കിൽ ബ്ലാങ്ക് കിളി പോയിരിക്കും. കിളിപോക്കലുണ്ട്. എല്ലാം റെഡിയാവും, ഫുൾ റെഡിയാവും. ഞാൻ കാര്യം പറയട്ടെ കണ്ണാപ്പി, യൂസ്ലെസ് ആണ് മനസ്സിലായോ? നമ്മളല്ല എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് അവന്മാരങ്ങ് പിന്നെ അങ്ങ് ഇതാ മനസ്സിലായോ? അണ്ണോ എന്തുവാ
മന്ദാരം ഉണ്ടല്ലോ ഒരു 3-4 മാസം മുമ്പ് എൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ചായിരുന്നു. വാട്ട് കളർ ഈസ് 50-70? അവ സിറ്റി വരുമ്പോ ഒരു ചോദ്യം ചോദിക്കണോ? അയ്യോ അങ്ങനെ ചോദിക്കില്ല മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും ഹമ്പിൾ ആയിട്ടിരിക്കണം. അതെന്താ അങ്ങനെ ചോദിക്കണോ? എപ്പോഴും ഹമ്പിൾ ആയിട്ടിരിക്കണം. അതാ നിൽക്കുന്ന മന്ദാരം. മന്ദാരമാണല്ലേ? എടാ അപ്പുക്കുട്ടോ ജുഗ്രു ഇതാണോ പുതിയ TDM? പുതിയ TDM നോക്കാൻ വന്നേ. ഹലോ 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 എന്തോ മോനെ. ജോക്കി ബ്രോ. ഹലോ ഹലോ. ഒന്നിങ്ങോട്ട് വരിക ജോക്കി ബ്രോ. രണ്ടൊരു ഫാൻസ് ചോക്കിനെ കൊണ്ടുപോയി സരോജ് കുമാർ കണക്കേ. ഒഴിക്കുന്നടാ ഇത് എന്താടാ ഇത് ഒഴിക്കുന്നടാ. ഇതെന്താണ് ഇത് ഒഴുകുന്ന ഇത് ഇത്ര സ്മൂത്ത്നെസ്? ഇത് പഴയ ഉള്ള പിടിയിൽ പോയി കേട്ടാ. സുപ്രീമാടാ ഇത്. മൂവ്മെന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ക്രോസ് എയർ ഇല്ല. റിഫ്ലക്ഷൻ ഒക്കെ കണ്ടാ തിരിഞ്ഞടിച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞതായിട്ടോ ഇതൊക്കെ. ഇതെന്താടാ ഇതിന് എന്ത് സാധനോടാ? എന്ത് സാധനമാണ് ഇത്? ഞാൻ പറയട്ടെ, ഇതെന്റെ ഇതിലല്ല ഇട്ടേക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെന്താ? എന്റെ മൗസ് പാഡിലെല്ലാം ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇത് ഡെസ്ക്ടോപ്പ് മാറ്റാ, അതുകൊണ്ട് ഇത്ര തെന്നി പോകണ്ട. ഇതിന്റെ ഡെസ്ക്ടോപ്പ് മാറ്റാണ്. DC പോ ജസ്റ്റ് ഒന്ന് എല്ലാം നോക്കട്ടെ. ഇതെങ്ങനെ ഇതെന്താണ് TDM ഇങ്ങനെ എന്ത് സ്മൂത്താണ് ഇത്? പ്രീമേടാ മൂഞ്ചാനേ വേണ്ടി. DPI കൂടുതലല്ലേ? അല്ലല്ല, ഇതെന്റെ മൗസ് പാഡിന് പോയാല് എന്റെ മൗസ് പാഡ് വെക്കുമ്പോഴത്തേക്ക് റെഡിയാവും. എന്റെ മൗസ് പാഡ് വെക്കുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും കേട്ടാ. എന്റെ പൊന്നും പൊളി, ഒരു രക്ഷയില്ല സീരിയസ്ലി. ഇത് 211 FPS ഉള്ളത്. ഗ്രാഫിക്സ് ഫുൾ അൾട്രയിലാണ് ഇട്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ PC ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കേസ് വാൾപേപ്പർ എഞ്ചിൻ ഓടുന്നുണ്ട്. ഡിസ്പ്ലേ ക്യാപ്ചർ നിങ്ങളൊന്ന് ആലോചിച്ചേ.
എന്തൊക്കെ ഇതിലെന്തൊക്കെയാ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുള്ള എന്തടാ എന്ത് സുഖോടാ എന്റെ അമ്മോ. ഇനി മെയിൻ എഴുപ്പിലെ കഴിയും കേട്ടോ ഇപ്പൊ കാണെങ്കിൽ. ഇരിക്കുന്ന എന്താണ് മെയിൻ ലൈനിൽ പേരെന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം. രണ്ടു കൂട്ടൊക്കെ ഞെക്കിയാലേ ക്വിറ്റാവൂ. മെയിൻ ലൈനപ്പ് പറഞ്ഞ കൺസിസ്റ്റൻസി വേണം. ലാസ്റ്റത്തെ എല്ലാ പ്രിയർ എടുത്താലും 2 വീക്ക് വെച്ചോണ്ട് ബ്രോ. അല്ലേ നീ ചുമ്മാ ഏരിയ കേട്ടോ. ഹലോ ഹലോ ബ്രോ. പേരെന്താ? എന്റെ പേര് ഭാരത്. വണ്ടി ഉണ്ടോ? എന്താ ഞാൻ വണ്ടിയില്ലാത്തോണ്ട് ഇങ്ങനെ നിക്കേ. ഒറ്റ മിനിറ്റ്, ഇതെന്താ ഇവന്റെ ദേഹത്തൂടെ കേറി ഇറങ്ങുന്നേ? ആ ഇത് ഇതിനകത്തൊക്കെ ബാല 916 എങ്ങനെയുണ്ടാ പുതിയ കൊള്ളാടേ കൊല്ലേ അടിപൊളിയാ. എന്തായാലും കേക്കൊക്കെ നിൽക്കാതെ പറഞ്ഞിട്ട് മോഹിച്ചില്ലേ. ഹലോ ഹലോ ഇതാരാ? പമ്പില് നിക്കാൻ പറഞ്ഞില്ലേ ജോബിന്? അവിടെ തന്നെ ശരി. ഹലോ ഹലോ. ഒരു വണ്ടി ഉണ്ടോ? വണ്ടി ജോർജ്. പറഞ്ഞോ. ജോർജ് വിട്ടൊരു വണ്ടി കൊടുത്തേ. ജോർജ് വിട്ടൊരു വണ്ടിയാ. വണ്ടി കൈ വെപ്പിക്കല്ലേ. പഴയ അറിയില്ല. എവിടെ? അവൻ അൾട്ടിമേറ്റ് മെറ്റ. ഇതാണോ? വേറെ ഒരുത്തം കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയി? ഈ വണ്ടി എടുത്തോ? ഏതോണ്ടി വണ്ടിയാ എടുത്തോ? ഒരാളുടെ ഗ്യാങ് വണ്ടി അവരുടെ പെർമിഷൻ അല്ല, നമ്മുടെ ഗ്യാങ് വണ്ടി എടുത്തോ. എടുത്തോ. ബൈ. ഹലോ താക്കോലില്ല. ഹലോ നിങ്ങളുടെ ഗ്യാങ് വണ്ടിയാന്നല്ലേ പറഞ്ഞല്ലോ. താക്കോലില്ല. ആരുടോ ഗ്യാങ് വണ്ടി നമുക്കറിയില്ല. ആണോ? പിന്നെ നീ നിന്റെ നോക്കാൻ തൊലിച്ചാൻ കയറ്റി എന്തിനാടാ? നിന്റെ നീ എന്തിനാ തൊലിച്ചാൻ കയറ്റിയത്? ഞാൻ പലതും പറയും, നീ വിശ്വസിക്കണേ. ആടാ കുട്ടാ, എന്താടാ നീ പറഞ്ഞത്? പോലടാ ഓടിപ്പോലടാ മോനെ. ഓടിപ്പോലെ. മോൻ ഗ്യാങ് ആണോ? മോൻ ഗ്യാങ് ആണോ? ഗ്യാങ് അല്ല. ഞാൻ പിടിയുമ്പോ ഗ്യാങ്ങിലല്ലാത്ത ഒരാളോട് സംസാരിച്ചിട്ട് തന്നെ ഒരു 6-7 മാസമായി. പോടാ കണ്ടി ഇറങ്ങി. പോട്ടെ. പോയ ആദ്യം ഒരു ഗ്യാങ് കയറാ. ഗ്യാങ് ഇല്ലാത്ത സംസാരിക്കാൻ താല്പര്യമില്ല. പോടാ കണ്ടി ഇറങ്ങി. പൂക്കി ബാഗ് ഇട്ടിട്ടെ കഴിവാണ്. അതുകൊണ്ട് ഞാൻ ഗ്യാങ്ങിലുണ്ട്, നീ ഗ്യാങ്ങിലില്ല. അതാണ് വ്യത്യാസം. കഴിവില്ലാത്തവരാണ് നീ. മനസ്സിലാടാ? സ്വന്തമായിട്ട് നിനക്ക് കഴിവുണ്ടോടാ? സ്വന്തമായിട്ട് കഴിവുണ്ടോടാ നിനക്ക്? എടാ നീ എവിടാടാ ഓടിപ്പോന്നെ? നീ ഇവിടെ നിക്ക്. നീ ഇവിടെ എന്ത് സംസാരിക്കടാ? സിറ്റിസൺ കണ്ടി
കൊറേ കണ്ടിപ്പട്ടികൾ ഇറങ്ങിക്കോളും. നീ പോയിട്ട് ബാക്കിൽ വളച്ചു വെച്ച് വായിലോട്ട് വെച്ചോ കേട്ടോ. പോയിട്ട് വളച്ചു വെച്ച് വായിച്ചില്ല. ഏത് നീ വെപ്പ് വെച്ചിട്ടുണ്ടോ വായില്? അതും വെക്കും, നീ എല്ലാം വെക്കും. ആണോ? അതെന്താ നീ ഊരിത്തെറിക്കോ? വായി വെച്ചാ ഊരിത്തെറിക്കും നീ. നിനക്ക് അതാണ് ഇഷ്ടം? എടാ കണ്ടി എടാ പോടാ കുട്ടാ, സിറ്റിസൺ കുട്ടാ. ഒരു ഗെയിമിംഗ് റൂം തുടങ്ങിയില്ല, 1000 രൂപ വള്ളി വേണ്ട. വള്ളിയൊന്നും വേണ്ട, ഇനി കുറച്ച് ദിവസത്തേക്ക് സമാനമായിട്ട് നടക്കാന്ന് പറഞ്ഞു വന്നാ. ഓ എടാ സേബ്, ഇവനെ കണ്ടോടാ? ഈ കണ്ടി അറിയാവടാ? ഈ കണ്ടി ബാഗ് ഇട്ട് നടക്കുന്ന കണ്ടി. ഇവനെ വലിയ സിറ്റിസണാ. അവൻ തന്നെ പറയുന്നത് അവന് കഴിവില്ല, അതുകൊണ്ട് അവനെ ഗ്യാങ്ങിൽ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. പോയടാ എന്താടാ? എടാ നീ എന്താ സൈലന്റ് ആയത്? നീ തിരിച്ച് കൊണച്ചാന്നല്ലോ നീ എന്താ സൈലന്റ് ആയതാ കുട്ടാ? കണച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നിനക്ക് തല്ലാൻ പോലും പറ്റത്തില്ല. ടീവിയിൽ ഒരു പിള്ളേരെ തല്ലാൻ പോലും പറ്റത്തില്ല. മനസ്സിലായി? നിന്റെ സിറ്റിസൺ കഴിവ് വെച്ചിട്ട് കേട്ടോടാ, കഴിവില്ലാത്തവനെ. കേട്ടോടാ കത്താറാണ്ട് ഇനിയും കയറില്ല. ഇനിയും കയറത്തില്ല. ഇനി കത്താറാവുമ്പോ ഞാൻ പറഞ്ഞേ, കത്താറാവുമ്പോ ഉള്ള കൊണയൊക്കെ ഉള്ളു ഇവന്റെയൊക്കെ കൊണ. അവന് കൊടുക്ക. ഇപ്പൊ കേറട്ടെ. അല്ലല്ല ട്രിക്സ് വേറെ ഏതോ ഒരുത്തനാണ് കളിയാ. ഏതോ എന്തിനാണ് എന്നെ ഓമ്പിക്കാൻ നോക്കുന്നത് നീ? സ്നൈപ്പ് നീ എന്തിനാണ് ഈ സെർവർ റീച്ചാണ്ട് 1 സെക്കൻഡ് ഉള്ളപ്പോ മാസ് ഡേയിലോ അടിക്കാൻ പോയത്? സ്നൈപ്പ് മാസ് ഡേയിലോ അടിക്കാൻ വരും നേരെ. പറയണേ കണ്ണാ. ഓ